എന്താ എന്ത് വേണം? ഈ ലേഡീസിനുള്ള ദാ അവിടെ. ഓ ആർക്കാടാ? അവൾക്കാ? എന്താ വേണ്ടേ? അതെ, ഒരു 16-17 വയസ്സുള്ള പെൺകുട്ടിക്കാ. ഈ ചുരിദാറോ മിഡിയോ അങ്ങനെ എന്തെങ്കിലും? നോക്കിക്കോളൂ. ഇത് കൊള്ളാല്ലേ? അത്ര പോരാ. ആ, അപ്പൊ ഇത് തന്നെ മതി. പോത്തെ, അത് ജീവനില്ലാത്തതാ. പക്ഷെ കണ്ടാ പറയില്ല എന്താ അല്ലേ? അതോ ഇരുന്ന് വാങ്ങണ്ടേ? എന്തിന്? അയ്യേ അയ്യെന്നാ അതൊക്കെ അവളിടണല്ലേ? വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? അതെ, ദോ ആ 2 സാധനവും ഓരോന്ന് വെച്ച് വേണം. ഓരോന്ന് മതിയില്ലേ? സൈസ് എത്രയാ? സൈസാ അതിപ്പോ എത്രയാടാ? എനിക്കറിയില്ല. ഇത്ര ദിവസം നിങ്ങൾക്ക് അതും അറിയില്ലേ? തൽക്കാലം ഒരു ഇടത്തരം സൈസ് മതി. അതെങ്ങനാ? ചെസ്റ്റിന്റെ വേസ്റ്റിന്റെ സൈസ് അറിയണ്ടേ? ഓ, രണ്ടും അറിയണോ? എന്നാ പിന്നെ ചേച്ചിയുടെ അത്രയൊക്കെ സൈസ് ആയിക്കോട്ടെ, പോരെ? 34-85. ഓ, താങ്ക് യു. ശരിട്ടാ, നാണം കടത്താൻ വേണ്ടി ഇറങ്ങിക്കോളൂ. അത് ശരി. അവളുടെ സൈസ് അറിയാത്തതിന് ഇപ്പൊ എനിക്കായോ കുറ്റം? എടാ നന്ദി വേണ്ട, നന്ദി. ഞാൻ കാരണം ഇപ്പോഴെങ്കിലും നിനക്ക് അവള് ജോഗ്രഫി എന്ന് അറിയാൻ പറ്റിയില്ലേ? എന്റെ അമ്മച്ചിയെ അപ്പച്ചൻ നിർത്തണ്ട, വിട്ടുപോ. ഞാൻ അപ്പഴേ പറഞ്ഞടാ കുറച്ച് കഴിഞ്ഞ് വന്നാ മതി. ഇതിപ്പോ കുരിശാ. എന്താണാവോ 2 കുഞ്ഞുമക്കൾ നേരത്തെ? ഞങ്ങള് ഇങ്ങനെ എങ്ങനെ? അല്ല, ലാസ്റ്റ് 2 അവർ ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞപ്പോ വെറുതെ കറങ്ങിയിടുന്ന സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഓഹോ, അങ്ങനെ. എന്നിട്ട് ഇവിടെ മറ്റു വായനന്മാരെ കാണാനില്ലല്ലോ? അവർക്ക് പ്രാക്ടീസ് ഉണ്ട്. പ്രാക്ടീസോ? എന്ത് പ്രാക്ടീസ്? ക്ലാസ്സിൽ ഇപ്പം കളരിയും കുസ്തിയാണോ പഠിപ്പിക്കുന്നത്? അല്ല, അത് അടുത്ത ആഴ്ച ആർട്സ് ഫെസ്റ്റിവൽ അല്ലേ, അതിൽ 1-2 പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രാക്ടീസാ. ഓ, ആ പ്രാക്ടീസ്. ഇതെന്താ കവറില്? ഇത് എനിക്ക് നിനക്കാണെന്ന് മനസ്സിലായി, ഞാൻ നോക്കട്ടെടാ. ഓഹോ, ഇതാ നിനക്കാ? അല്ല, അത് എനിക്കല്ല. പിന്നെ ആർക്കാടാ? നിനക്കാ? ഇപ്പൊ ഇട്ടിരിക്കുന്ന ഷർട്ടും കളസവും ഒക്കെ നിനക്ക് ബോറടിക്കുന്നുണ്ടാ? അയ്യേ, സത്യം പറടാ, ആർക്കാ ഇത്? മര്യാദക്ക് പറയുന്നോ അതോ ഞാൻ അമേരിക്കക്ക് വിളിക്കണോ? വേണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ആഴ്ച ആർട്സ് ഫെസ്റ്റിവൽ സ്കൂളിലെ. ഓഹോ, ഇതുകൊണ്ടാണോ അവിടെ തോരണം കെട്ടാൻ പോകുന്നത്? അല്ല, അതല്ല, ഫെസ്റ്റിവലിൽ ഞാനും ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എന്ത് പ്രോഗ്രാം? മറ്റേ ഫാൻസി ഡ്രസ്. മറ്റേ ഫാൻസി ഡ്രസ്സാ? അല്ല, ഫാൻസി ഡ്രസ്, പ്രച്ഛന്ന വേഷം. ഇത് കിട്ടോണ്ടാ? വേറെയുണ്ട്, ദേ കണ്ടോ, ഇതും കൂടിയുണ്ട്. ഇതാണെങ്കിൽ പിന്നെ എന്തിനാടാ ഈ കവച കൊണ്ടലും? നിനക്ക് ഇത് മാത്രം ഇട്ടാ പോരെ? അത് പിന്നെ സാറ് പറഞ്ഞു കുറച്ചും കൂടി പെർഫെക്ഷൻ വേണമെങ്കിൽ. എടാ, മുഖത്തും മുടിയിലൊക്കെ കുറച്ച് ചോക്ക് പൊടി വാരി തേച്ചാ നല്ല 1-ാം തരം അപ്പൂപ്പനാവും. അത് പോരെടാ നിനക്ക് 1-ാം സമ്മാനം കിട്ടാൻ? എടാ, എനിക്ക് കിട്ടിയിട്ടുണ്ട്, നീ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഞാൻ പറഞ്ഞതാ. നിനക്കപ്പോ ഇത് തന്നെ ഇടണല്ലേടാ? പിടി. എന്നെ കൊണ്ട് വെറുതെ അമേരിക്കക്ക് വിളിപ്പിക്കില്ലേ? ചെല്ല് പോട്ടെ. കർത്താവേ, രക്ഷപ്പെട്ടു. വേഗം വിട്ടോ. ജെട്ടിയും പ്രായവും ഒക്കെ ഇട്ട അവന്റെ ഒരു ഫാൻസി ഡ്രസ്. ഇന്നെന്താ ക്ലാസ് നേരത്തെ കഴിഞ്ഞോ? തനിക്കുള്ള ഡ്രസ്സാ, അളവൊന്നും അറിയാത്തതുകൊണ്ട് ഒരു ഉദ്ദേശം വെച്ച് വാങ്ങിയതാ. ഇഷ്ടപ്പെട്ടോ? ഇതില് ചിലതൊക്കെ മാത്യു പറഞ്ഞോണ്ടാ, അല്ലാതെ എനിക്ക്
വേണ്ട, ഞാൻ ചെയ്തോളാം. ഞാൻ ഇതൊന്ന് നോക്കണേ, ഞാൻ കുളിച്ചിട്ട് വരാം. ഇതുകൂടി ഒന്ന് അരിഞ്ഞു വെച്ചേക്ക്. അത്രയ്ക്കങ്ങ് വേണോടാ? പ്രശ്നാവോ? എടാ, ഇത് പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗമല്ലേ? ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ടെന്ന കുഴപ്പം. ഡാ അളിയാ, അവള് കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. കുറച്ചു കാര്യങ്ങളൊക്കെ അവക്കും മനസ്സിലാവും. നിനക്ക് അവളോട് തോന്നുന്നൊരു ഇഷ്ടം അവക്ക് നിന്നോടുണ്ടെങ്കിലോ? ഈ ഒരു സംഭവത്തോടെ സംഗതി സക്സസാ. പിന്നെ അടിച്ചു പൊളിച്ചൂടെ നമുക്ക്? അല്ല, നിനക്ക്. എന്നാലും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാന്നൊക്കെ പറഞ്ഞ വേണ്ട, കെട്ടിപ്പിടിക്കാതെ കൊടുത്താൽ മതി. അങ്ങനെയും കൊടുക്കാലോ. പക്ഷെ അവൾ അറിയണം. അല്ലാതെ കൈ ഇങ്ങനെ പിടിച്ച് ഫൂ നൂതി വിടരുത്. അതൊന്നും ഇപ്പത്തെ നമ്മള് കേൾക്കില്ല അളിയാ. അതല്ലടാ, അവളിനി ദേ, നിനക്ക് പറ്റോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇപ്പൊ പറയണം, നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. അത് വേണ്ട. എന്നാ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പണ്ടാരടങ്ങ്. എടാ, സ്നേഹത്തോടെ ഇങ്ങനെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താലേ ലോകത്തെ ഏത് പെണ്ണും വരച്ച വരെ തന്നെ വീഴുന്നു. മറ്റേ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഈ പഴം വേണ? അവൻ വിളിക്കാന്ന് പറഞ്ഞാണല്ലോ. ഒരു ഉമ്മ കൊടുക്ക ഇത്ര സമയം വേണോ? അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കടാ. അത് വേണ്ട, അവനതൊരു ഡിസ്റ്റർബൻസ് ആവും. നിങ്ങളിവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. എടാ, ഞാനും വരാടാ. അയ്യോ വേണ്ടായേ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു കിടാവേ. സാരില്ല. എന്താ വില നടന്നു? അവിടെ വരുന്നുണ്ട്. കിടന്നില്ലേ? ഇല്ല, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. റെക്കോർഡ് വരയ്ക്കാനും നോട്ട്സ് എഴുതാനും ആണെങ്കിൽ വേണ്ട. അത് ശീലമായാൽ പിന്നെ എക്സാം ഞാൻ തന്നെ എഴുതേണ്ടി വരും. അതുകൊണ്ടാ. അതല്ല. കൊടുക്ക്. എനിക്ക് കൊടുക്കടാ.